ഹായ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നലെ ഞാൻ സിനിമ കണ്ടെങ്കിലും എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ ഇന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വലിയൊരു സിനിമ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഇന്നലെ അവിടെ കണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് അടിപൊളി സിനിമ. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗായിട്ട് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഴയ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നാച്ചുറലായിട്ട്, കുറച്ചുകൂടെ ഒരു നോർമൽ, നിങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, കാണുമ്പോൾ മനസ്സിലാവും. നോർമൽ രീതിയിലാണ്, സാധാരണക്കാരൻ്റെ പോലെ ഒരു ക്യാരക്ടറിലാണ് പോകുന്നത്. ഈ ഇപ്പോഴത്തെ പടത്തിലെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബാഹുബലി മോഡായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് കുറച്ച് ലാഗ് തോന്നി. എന്തിനോ ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കഥ പറഞ്ഞു പോകുന്ന പോർഷനാണ്. അത് കുറച്ച് ലാഗായിട്ട് എനിക്ക് തോന്നി. ഇപ്പം എനിക്ക് ഉറക്കം വരുന്നവരൊക്കെ തോന്നി, ഷോ എന്താണിതെന്നൊക്കെ തോന്നി. അതിൻ്റെയും കൂടെ സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയെന്ന് പറയാം. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ലായിരുന്നു. അതായത് നമ്മൾ പറയത്തില്ലേ, ഫസ്റ്റ് സിനിമയിൽ ഒരു ലാസ്റ്റ് 20-25 മിനിറ്റ്സ് നമുക്കറിയാമല്ലോ, അതിൻ്റെ ഇരട്ടിയായിരുന്നു ഈ സെക്കൻഡ് സിനിമയിലെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഈ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ, ഈ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും ഫസ്റ്റ് ടൈം പോയി കാണണം അതാണത് വിചാരിച്ചു. പക്ഷെ എനിക്ക് രാവിലത്തെ ഫസ്റ്റ് ഷോ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പോകാനതാണ്, കാരണം അത്ര രാവിലെ എഴുന്നേറ്റ് പടം ഉറക്കത്തിൽ എഴുന്നേറ്റ് പോകുന്ന ഭ്രാന്തൊന്നും എനിക്കില്ല. സോ അത് കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ചാണ് പോയത്. ആക്ടിങ്, ഡയറക്റ്റിംഗ്, സ്ക്രിപ്റ്റിംഗ് ഇതെല്ലാം ഒരാളാണെന്ന് പറയുമ്പോൾ പുള്ളി എന്താണ് അവിടെ കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്തോ മാജിക്, സത്യം പറയില്ലേ, കാണുമ്പോൾ എന്തോ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും. ഫസ്റ്റ് സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവത്തിനെ നേരിട്ട് കാണുന്ന ഒരു, നമുക്ക് കാണും ആ ഒരു ഫീലാണ് നമുക്ക് ആ സിനിമ തന്നത്. സെക്കൻഡ് ഹാഫ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനകത്ത് അഭിനയിച്ച ആൾക്കാർ ഫസ്റ്റ് ഹാഫിൽ എനിക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. ആദ്യമായിട്ടൊരു സിനിമ കാണുന്നൊരു പുള്ളിയെ ഞാൻ ആ സിനിമയിൽ ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫ് അതിൻ്റെ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രതീക്ഷയിൽ പോയി. ആ സെയിം നമുക്ക് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അതെനിക്ക് അവിടുന്ന് കിട്ടി. പിന്നെ ജയറാമേട്ടനുണ്ടായിരുന്നു. ഞാൻ ട്രെയിലറും ടീസറും ഒന്നും കാണാതാണ് പോയത്. അതുകൊണ്ട് ജയറാമേട്ടനുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അത് അവിടെ ചെന്നപ്പോൾ എനിക്കൊരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ ആളുടെ പൃഥ്വിരാജിൻ്റെ എന്തോ പോസ്റ്റർ മാത്രം ഞാൻ കണ്ടു, വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒന്നും കാണാതെയാണ് പോയത്. എന്നിട്ട് ഞാൻ ഓവർ ഹൈപ്പ് കൊടുത്താണ് പോയത്. കാരണം എനിക്കറിയാം, ഓഫ് കോഴ്സ് എനിക്കറിയാം അത് എന്തെങ്കിലും കാണുമെന്ന്. പിന്നെ നമ്മുടെ ഒരു BGM ഉണ്ടല്ലോ, കാന്താര എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു BGM, അത് ഈ പടത്തിൽ ലാസ്റ്റ് ആ തീരുന്ന പോർഷനിലാണ്. അതെനിക്കൊരു നിരാശയായിട്ട് തോന്നി. ഒരു ബാഡല്ല, ഒരു എന്താണ് മീൻസ് അതും കൂടെ കേൾക്കുമ്പോഴാണ് നമ്മൾ കാന്താര കാണുന്ന ഒരു ഫീല് നമുക്ക് വരുന്നത്. സോ അത് ലാസ്റ്റ് ആയി പോയതുകൊണ്ട് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. ആ BGM ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിച്ചായിരുന്നെങ്കിൽ അതിങ്ങനെ കേൾക്കാനായിട്ട് തന്നെ ഭയങ്കര രസമാണ്. പിന്നെ ആദ്യത്തെ സിനിമയിൽ കുറച്ച് 1-2 നല്ല പാട്ടൊക്കെ ഉണ്ട്. സെക്കൻഡ് സിനിമയിൽ എനിക്ക് അങ്ങനെ നല്ല പാട്ടൊന്നും ഫീല് നല്ല പാട്ടായിട്ടൊന്നും തോന്നില്ല. പക്ഷെ 1-2 പാട്ടുകളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു തീമയമാണ്. ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്തൊരു വിഷ്വൽസ് ആണ്. ഓരോ സെക്കൻഡ് ഹാഫിലത്തെ വിഷ്വൽസ് ആണ്. ഒരു പുലിയുടെ സീനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് എന്താ പറയുക ആനിമൽസിനെ ഇതിൻ്റെ അകത്തിലൊക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ പുള്ളി എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾ കാണാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വേഗം പോയി കാണുക. കാരണം എന്തെങ്കിലും മറ്റോ മൂലയൊക്കെ ഇപ്പം കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വൈബ് അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ്, എന്തെങ്കിലും കാണണമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് ഡേ അങ്ങ് പോയി കാണും. കാരണം പിന്നെ അതിൻ്റെ പറ്റി ഞാൻ ഒന്നും നോക്കത്തുമില്ല. വേറെ ഒന്നും ആരുടെ സ്റ്റോറി പോലും ഞാൻ നോക്കാൻ നിൽക്കത്തില്ല, പോയി കാണും. അപ്പം നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. ഭയങ്കര വിഷ്വൽസ് ആണ്. ഓരോ കുറേ സീനുണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം അതൊക്കെ അടിപൊളി സീൻസാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപാര സംഭവമാണ്. എന്തോ നമുക്ക് തരുന്ന ഒരു ഇത്. പിന്നെ ജയറാമേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ജയറാമേട്ടൻ്റെ മോനായിട്ട് വരുന്ന ഒരാളുണ്ട്. പുള്ളി ഞാൻ മലയാളം കണ്ടുകൊണ്ട് എനിക്ക് കുറച്ചൊരു കോമഡി ആയിട്ട് തോന്നി. കാരണം നമുക്ക് പണ്ടോട്ടുണ്ടല്ലോ, നമ്മൾ തെലുങ്ക് കന്നഡ സിനിമയൊക്കെ മലയാളത്തിൻ്റെ റീമേക്ക് കാണുമ്പോൾ അവർ ചിലപ്പം ഭയങ്കരമായിട്ട് പറയുമായിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവരെന്താ ആ സൗണ്ട് കൊണ്ടിട്ട്, കാരണം വേറെ ആളായിരിക്കുമല്ലോ സൗണ്ട് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഒരു 2-3 ക്യാരക്ടേഴ്സിന് അതിൻ്റെ ഒരു ഇതെനിക്ക് തോന്നി. പക്ഷെ നമുക്കത് പടം ഫുൾ ഓഫ് കണ്ടുകൊണ്ടിരിക്കും, നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അവരങ്ങ് പറഞ്ഞതങ്ങ് പോകും. പിന്നെ ആ ഒരു പുലിയുടെ സീക്വൻസ് ആയാലും അങ്ങനെ കുറേ ആനിമൽസിനെയൊക്കെ കാണിക്കുന്നുണ്ട്.
അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. എനിക്ക് നിങ്ങൾ ഓവർ പ്രതീക്ഷിച്ചോ അതവിടെ ഉണ്ട്. നിങ്ങൾ എത്ര ഹൈപ്പ് വേണമെങ്കിലും കൊടുത്തോ, അത് സെക്കൻഡ് ഹാഫിൽ അവിടെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് എന്തൊക്കെയോ അനാവശ്യമായിട്ട് പറഞ്ഞു പോലെ കുറേ അനാവശ്യ ഫൈറ്റൊക്കെ പോലെ തോന്നി. പക്ഷേ ഫസ്റ്റിലത്തെ കണ്ടാൽ ഒരു അറിയാം നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ഓഫ് കാമായിട്ട് പോയിട്ട് ലാസ്റ്റാണ് ഭയങ്കര ഒരു ഇത് വരുന്നത്. ഇത് ഒരു ഫസ്റ്റ് ഇൻ്റർവെൽ സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഹൈപ്പ് തരുന്നുണ്ട്. എനിക്കിപ്പോൾ തോന്നി ഫസ്റ്റ് ഹാഫ് ഇച്ചിരി കുറച്ച് ലാഗായപ്പോഴും എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫിൽ എന്തോ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. ലാസ്റ്റത്തെയൊക്കെ പോർഷനിൻ്റെ ഒന്നും ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ അറിയാലോ ആസ് യൂഷ്വൽ ആ മേക്കപ്പ് ഒക്കെ ഇട്ട് എന്താണ് അതിന് പറയുന്നത്, തെയ്യം അതിൻ്റെ ഒരു രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കാണുന്നവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പെട്ടെന്ന് തന്നെ പോയി കാണുക. ഞാൻ ഓൾറെഡി കാണണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സീറ്റൊക്കെ കിട്ടാൻ ഇനി പാടായിരിക്കും, കാരണം ഭയങ്കര നല്ല റിവ്യൂ ഇറങ്ങുന്നുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് വേഗം ബുക്ക് ചെയ്തോളാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.